യുവ കവയിത്രിയുടെ കവിതകൾക്ക് ഫൈൻ ആർട്സ് വിദ്യാർത്ഥികൾ ദൃശ്യഭാഷ്യം തീർത്തു. നാവിൽ ക്യാൻസർ ബാധയെ തുടർന്ന് അടുത്തയാഴ്ച ഓപ്പറേഷന് വിധേയയാവുകയാണ് രമ്യ എന്ന ഈ കവയിത്രി. ബാല്യമേ, അറിവിൻ സ്കൂൾ ദിനങ്ങളെ, ആദ്യാക്ഷരം നുകർന്ന പരിസരങ്ങളെ, ഒരു നാൾ നാം പിരിഞ്ഞതോർക്കുന്നുവോ? പോളിയോയോടും ദാരിദ്ര്യത്തോടും പോരാടിയാണ് രമ്യ ആന്റണി ജീവിതം തുടങ്ങിയത് തന്നെ. തിരുവനന്തപുരം പോളിയോ ഹോമിലെ അന്തേവാസിയായി പഠനം പൂർത്തിയാക്കി. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ലൈബ്രറിയനായി ജോലിയും കിട്ടി. ജീവിതം അങ്ങനെ പച്ചപിടിച്ചു തുടങ്ങവെയാണ് ക്യാൻസർ വില്ലനായെത്തിയത്. നാവിൽ ബാധിച്ച ക്യാൻസർ രോഗത്തോട് പടവെട്ടാൻ പണമടക്കം എല്ലാം തടസ്സമായിരുന്നു. കൂട്ടം, ഫേസ്ബുക്ക് തുടങ്ങിയ ഇന്റർനെറ്റ് കൂട്ടായ്മകളിൽ സജീവമായിരുന്ന രമ്യയ്ക്ക് അപ്രതീക്ഷിത സഹായമെത്തിയതും അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരിൽ നിന്ന് തന്നെ. ചികിത്സയ്ക്ക് പണം സംഘടിപ്പിക്കുന്നതിനൊപ്പം ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് ചിത്രരചന സംഘടിപ്പിച്ചതും ഇവർ തന്നെയാണ്. രമ്യ നന്നായി കവിത എഴുതുമായിരുന്നു, നന്നായി ബ്ലോഗ് ചെയ്യും. അപ്പോൾ ബ്ലോഗ് വായിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് രമ്യയുമായി പൂർവ്വ ബന്ധങ്ങളൊന്നുമില്ല. രമ്യ സന്തോഷമായിരിക്കാൻ കഴിയുന്നതെല്ലാം ഒരുക്കുകയാണ് ഇവർ. ഈ ഞായറാഴ്ച വൈകുന്നേരം പ്രസ് ക്ലബിൽ വെച്ച് രമ്യയുടെ ആദ്യ കവിതാ സമാഹാരം പ്രകാശിപ്പിക്കും. പേര് ശലഭായനം. ഞാൻ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് ചെയ്യാൻ ഇങ്ങനെ സാധിക്കട്ടെ, ഇതിനേക്കാളും വലുത് ഞാൻ സാധിക്കട്ടെ എന്ന് ഞാൻ. അടുത്തയാഴ്ച രമ്യ റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും. എന്തിനും താങ്ങായി പുറത്ത് കൂട്ടുകാരുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ. നോവിൻ കുഞ്ഞോർമ്മയായി ഉള്ളിലെരിയും കനലായി എൻമൊഴികളെ ഗദ്ഗതമാക്കി നീ വേദനയ്ക്കൊപ്പമിരുപ്പൂ. ജിമ്മി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.